അത് സുനിത ഡിക്സന്റെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു തട്ടിപ്പോ അവര് അങ്കനവാടിക്ക് നമ്മള് കോർപ്പറേഷന് ഫ്രീ ആയിട്ട് കൊടുത്തേണ ക്ലബ്ബ് അത്. ശരി. അപ്പൊ ആ ക്ലബ്ബിന്റെ കീ എന്റെ വാങ്ങിച്ചിട്ട് പോയിട്ട് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയത് അവര്. കൗൺസിലറല്ലേ, അപ്പൊ നമ്മള് കീ കൊടുത്തു. അതെ. എന്നിട്ട് അവര് എനിക്ക് 10 ലക്ഷം രൂപ കൊണ്ട് തന്നു. 10 ലക്ഷം രൂപ തന്നിട്ട് പറഞ്ഞ് നീ വേസ്റ്റും ഈ വേസ്റ്റിൽ ഉള്ള പുഴുക്കളെയും ഇവിടെ വൈറ്റ്ലയിലെ 49ാമത് വാർഡില് കൗൺസിലറുടെ പേരെന്താ? സുനിത ഡിക്സന്റെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാ. എന്തിനാന്നല്ലേ? കേട്ടോ അവിടെ വെച്ചേ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ 14-ാം തീയതി 15-ാം തീയതി 16-ാം തീയതി ഇവിടുന്ന് വേസ്റ്റ് എടുത്തില്ല. എന്തുകൊണ്ട് എടുത്തില്ല? അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്ന കുട്ടീനെ ഇവര് പറഞ്ഞു വിട്ടെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഹരിതകർമ്മസേനയുടെ ഒരു കുട്ടിയെ വന്നിട്ടെന്ന് വെച്ചാൽ പേരെന്ന് വൈഷ്ണവി അല്ലേ? വൈഷ്ണവിനെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു എന്താന്ന്. അപ്പൊ വൈഷ്ണവി പറഞ്ഞ് സുനിത ഡിക്സൺ പറഞ്ഞ് എടുക്കണ്ടെന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതായത് എന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ നാട്ടിൽ നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ടേപ്പിയാറെ ഈ അസോസിയേഷന്റെ പരിസരത്ത് നിന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഈ പരിസരത്ത് വേസ്റ്റ് എടുക്കണ്ടാന്ന് അവരെ നിശ്ചയിച്ചു എടുക്കണ്ടാന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അവർ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് തീരുമാനിച്ചതെന്ന് അവര് പറയുന്നില്ല. അപ്പൊ ഇപ്പൊ ഞാനിത് കംപ്ലൈന്റ് ആയിട്ട് ഭയങ്കര നാറ്റം വരും. മാറ്റാവോ? ഭയങ്കര സ്മെല്ല്. വേസ്റ്റുകൾ ഈ ഇതുപോലുള്ള ഹരിതകർമ്മസേന കൊണ്ടുപോകുന്നത് കാരണം വഴിയിൽ കൊണ്ട് തട്ടി അവിടെ വേസ്റ്റ് കുന്നുകൂടി നായകൾക്ക് പേ പിടിച്ച് ആളുകളെ കടിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള വൃത്തികേടുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്തുവായിരിക്കും? കാരണം ഇവിടെ ഒരു ശില്പശാല ക്ലബ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെ കാരണന്മാരൊക്കെയാണ്. ഞങ്ങളെല്ലാരും കൂടി പൈസ കൊടുത്ത് മേടിച്ച ഒരു പ്രസ്ഥാനമാണ്. ഒരു ക്ലബ് ഉണ്ടാക്കി, സ്ഥലം വാങ്ങി ഉണ്ടാക്കി, അത് സുനിത ഡിക്സന്റെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു തട്ടിപ്പോ അവര് അങ്കനവാടിക്ക് നമ്മള് കോർപ്പറേഷന് ഫ്രീ ആയിട്ട് കൊടുത്തേണ ക്ലബ്ബ് അത്. അപ്പൊ ആ ക്ലബ്ബിന്റെ കീ എന്റെ വാങ്ങിച്ചിട്ട് പോയിട്ട് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയത് അവര്. കൗൺസിലറല്ലേ, അപ്പൊ നമ്മള് കീ കൊടുത്തു. എന്നിട്ട് അവര് എനിക്ക് 10 ലക്ഷം രൂപ കൊണ്ട് തന്നു. 10 ലക്ഷം രൂപ തന്നിട്ട് പറഞ്ഞ് നീ 10 ലക്ഷം രൂപ വെച്ചിട്ട് ഇതിന് പിന്മാറണം, ഈ ക്ലബ്ബ് കോർപ്പറേഷൻ വാങ്ങിച്ചു കൊടുക്കണം, എന്റെ പ്രസ്റ്റീജ് വിഷയമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ സമ്മതിച്ചില്ലത്. അതിന്റെ അതിന്റെ ചുരുക്കാണ് ഈ കാണിക്കുന്നത്. അല്ലാണ്ട് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ ഹരിതകർമ്മസേന വെച്ച് കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ കൗൺസിലർക്ക് എന്ത് അധികാരമുണ്ട് എന്റെ വീട്ടിൽ നിന്ന് മാത്രം എടുക്കരുതെന്ന് പറയാൻ വേണ്ടി? ഇതിന്റെ വാശിയാണോ അവരുടെ? ഇതിന്റെ വാശി തന്നെയാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഇവര് കൈക്കൂലി മേടിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളത് അപ്പൊ അതിനെ ടെലികാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മളതിന് കൈയൊക്കെ പൊക്കി കാണിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ദേഷ്യം ഉണ്ടായിരിക്കും. അതാണ് സംഭവം. പിന്നെ അത് കൂടാണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ അവർക്ക് കുറെ അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുപ്പിക്കാണ്ടിരിക്കുക. ഇവരെങ്ങനെ ജയിച്ചു? ഇവരെ എങ്ങനെയോ ജയിച്ചു വന്നാൽ ഇനി ജയിപ്പിക്കൂല, ഉറപ്പാ. അത് ഞങ്ങളുടെ നാട്ടുകാര് ഇപ്പൊ ഇവരെ തിരിച്ചു കാണിക്കുന്ന ആൾക്കാരും പറയും അവിടെ ജയിപ്പിക്കരുന്ന്. ഉറപ്പായിട്ട് തീരുമാനിച്ച കേസ് അത്. നാട്ടിലൊരു ദ്രോഹവും നാട്ടിൽ പൊതുശല്യമായിട്ട് മാറി. ഇപ്പൊ ഞാൻ സെക്രട്ടറിനെ കാണാൻ പോയപ്പോഴത്തേക്ക് സെക്രട്ടറി എന്നോട് വിളിച്ചായിരുന്നു എന്റെ മുമ്പിൽ വെച്ച്. അപ്പൊ സെക്രട്ടറി എന്നോട് ഇവര് പറയണ എനിക്ക് കേൾക്കാൻ പറ്റും. സെക്രട്ടറി അതെ അയാള് ഹരിതകർമ്മസേനയിൽ തെറി വിളിച്ചു. എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞാലും എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഞാൻ ഇവരെ കണ്ടിട്ട് പോലും ഇല്ല. ഈ ഹരിതകർമ്മസേന കാരണം ഉണ്ടാക്കിയതാ. പിന്നെ ഇവര് ഈ ഹരിതകർമ്മസേനയിലെ കുട്ടി ഞങ്ങളുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കണത് ഞങ്ങളുടെ കയ്യിൽ ഓഡിയോ ഉണ്ട്. അതിപ്പോ ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങളെ. എന്താണ് സംഭവം? അവര് പറയുന്നുണ്ട് സുനിത ഡിക്സൺ ആണ്. ഒരു സെക്കൻഡ് ഒന്ന് കേൾപ്പിച്ചേ. വേസ്റ്റ് എടുക്കണതല്ല ഇവിടുത്തെ പീപ്പിൾസ് റോഡില്. എന്താ 2 ദിവസം കൊണ്ട് വേസ്റ്റ് എടുക്കുന്നില്ലല്ലോ? അതെ, ഞാൻ നേരത്തെ വന്ന് വേസ്റ്റ് എടുക്കുമായിരുന്നേ. അപ്പൊ എനിക്ക് 6 മണിയാകുമ്പോ വന്നിട്ട് 9 മണിയാകുമ്പോ പോയിന്റിൽ എത്താൻ പറ്റുന്നില്ലായിരുന്നില്ല വേസ്റ്റ് എടുത്തിട്ട്. അപ്പൊ ഞാൻ നേരത്തെ വരും, എല്ലാരും തലേദിവസം വെക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാരും തലേദിവസം വെച്ച്. പക്ഷെ ഞാൻ ആ സമയത്ത് വന്ന് എടുക്കാനായിട്ട് ആരും സമ്മതിച്ചില്ല. കൗൺസിലർ സമ്മതിച്ചില്ല. കൗൺസിലർക്ക് എന്തോ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കൗൺസിലർ പറഞ്ഞു 4 മണിക്കൊന്നും വന്നെടുക്കാൻ പറ്റില്ല, 6 മണിക്ക് തന്നെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിർത്തി. 4 മണിക്ക് വേസ്റ്റ് എങ്ങനെ എടുക്കാനാ? എടുത്ത് തലേദിവസം വെക്കുന്നുണ്ട്, പക്ഷെ 4 മണിക്കൊക്കെ വന്നെടുക്കുവോ? പിന്നെ എല്ലായിടത്തും 4 മണിക്കാണ് എടുക്കുന്നത്. ഞാനും പിന്നെ രാധിക മഞ്ജു മാത്രമേ ഉള്ളൂ 6 മണിക്ക് എടുക്കണത്. അല്ലാത്തവരുടെ എല്ലാവരുടെയും 5 മണി 4 മണി, ചിലരൊക്കെ 2 മണിക്ക് വന്നെടുക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ കാര്യം? അപ്പൊ നിങ്ങളുടെ 9 മണിയാകുമ്പോ തീരും? 4 മണിക്ക് തുടങ്ങിയാൽ 9 മണിയാകുമ്പോ തീരും. ലോറിയിൽ കയറ്റി വിടാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഒറ്റക്ക് ഞാൻ പറഞ്ഞപ്പോ 6 മണിയാകുമ്പോ വരുന്നതാണെങ്കിൽ ഞാൻ കൂടെ ആരെങ്കിലും കൊണ്ടുവരും, അല്ലെങ്കിൽ എനിക്ക് ലോറി വരുമ്പോ എനിക്ക് എത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പത്തേക്കും അവർക്ക് സമ്മതമല്ല, കൗൺസിലർക്ക് സമ്മതമല്ല. അപ്പൊ ഞാൻ നിർത്തി.
സുനിത ഡിക്സനാ. സുനിത ഡിക്സൺ. ശരി, അപ്പൊ അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നതേ നേരെ നിങ്ങൾ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ തന്നപ്പോഴത്തേക്ക് വസ്തു അവർക്ക് കൊടുത്തില്ല. അതെ വസ്തു കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു 2 കോടി രൂപ വില വരുന്ന വസ്തുവാണ്. 2 കോടി രൂപ അത്ര വരുന്നത് 10 ലക്ഷം രൂപ റോഡ് ഫണ്ട് തന്നെയാണ്. ഇവിടെ മെട്രോന് സ്ഥലം എടുത്ത് 75 ലക്ഷം. സോറി. അപ്പൊ ആ ഒരു സ്ഥലമാണ് ഇവര് പിടിച്ചെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇവര് കോർപ്പറേഷന്റെ എന്നുള്ള വേദിയെ ഇവര് പിടിച്ചെടുക്കാൻ നോക്കിയത്. ഇവർക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവരുടെ ഓഫീസ് ആക്കാനും അതുവഴി പേഴ്സണൽ പ്രോപ്പർട്ടി ആക്കാനുള്ള ശ്രമമായിരുന്നു. നിങ്ങൾ തടഞ്ഞു. അതിന്റെ ദേഷ്യമാണ് ഇങ്ങനെ തീർക്കുന്നത്. അതെ അതെ, കൈക്കൂലി വീട്ടിൽ നിന്ന് മേടിക്കണ്ടല്ലോ, ഇവിടെ നിന്ന് വാങ്ങിക്കല്ലോ, കുഴപ്പമില്ല. അതിന് വേണ്ടിയുള്ള സംഭവം. ഈ സുനിത ഡിക്സനെ കുറിച്ച് എന്താണ് നിങ്ങളൊക്കെ പേഴ്സണൽ അഭിപ്രായം? നമുക്ക് ഗുണകരമായിട്ടല്ല ചെയ്യണത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ സ്റ്റൈലിലല്ല പോണത്, ഒരു വൈരാഗ്യ സ്റ്റൈലിലാണ് പോണത്. ഞാനിപ്പോ കണ്ണന്റെ കൂടെയാണ് കൂട്ടുന്നത്, അല്ലെങ്കിൽ സോമന്റെ കൂടെയാണ് കൂട്ട്, അങ്ങനെയുള്ള രീതിയിലാണ് അവരിവിടെ പോണത്. ഇവിടെ പൈപ്പ് ലൈൻ ഇടാൻ നേരത്തും ഇതുപോലത്തെ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സജഷൻ ഇവരോട് പറഞ്ഞാൽ അവര് തീരുമാനിക്കണം ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു രാജാവായിട്ട് മാറി. എന്നാൽ ഇപ്പൊ നമ്മളൊരു ഇവിടെ പൈപ്പ് ഇട്ടോണ്ടിരുന്നപ്പോ അവിടെ കാണപ്പെട്ടിക്കണം, കാണപ്പെട്ടിച്ച് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞത്, ഒരേ ലെവലിൽ ഇടണമെന്ന്. അപ്പൊ അവര് പറഞ്ഞോണ്ടല്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. കോൺട്രാക്ടറിനോടും പറയണത് എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ കാണപ്പെട്ടിച്ചതിന് വല്ല കേസ് ഉണ്ടാവില്ലെന്നൊന്നും അറിഞ്ഞൂടാ, ഞങ്ങൾ ഉൾപ്പെടെ നിന്നാണ് കോൺട്രാക്ടറിനെ സഹായിച്ചത്. എന്നിട്ടാണ് ഇവിടെ കൂടെ ഒരു പൈപ്പ് ലൈൻ ഇട്ടത്. പിന്നെ ഈ കാണ പൊട്ടിച്ചു കഴിഞ്ഞ റോഡിന്റെ പണി എന്നിട്ട് ഇവരോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി, ഇത് ഇവര് നടത്തണ്ടായിരുന്നില്ല. അവസാനം ഈ കണ്ണന്റെ ഒരു ഒറ്റ മിടുക്ക് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ റോഡ് പണി നടന്നത്. ശരി, അത് വിടാണ്ട് ഇവിടെ 3 പേര് വീണിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്താണ്. 3 പേര് ഇവിടെ വീണിട്ടുണ്ട്. ഒരാളുടെ കൈ ഒടിഞ്ഞു, ഒരാളുടെ ഷോൾഡർ ഒടിഞ്ഞു. ഇപ്പോഴും അത് ആ ഒരു വീട്ടിലെ ഒരു ഇതായിരുന്നു, അത്താണിയായിരുന്നു. എന്നിട്ടുണ്ടല്ലോ ഒരു 10 പൈസയോ അല്ല ഒന്ന് പോയി ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അത് അയാൾ വെള്ളടിച്ച് വീണതാണെന്നാണ് പറയുന്നത്. ആ ചെറുക്കൻ അന്തസ്സായ കുടുംബം നോക്കുന്ന ഒരു പയ്യനാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ വന്നിട്ട് സ്റ്റാഫ്, അതായത് സാധാരണ നമ്മൾ വേറെ സംഭവം നടന്ന എന്റെ വീടിന്റെ തൊട്ട് അടുത്ത വീട്ടില് ഒരു പാർട്ടി, ഇവിടുത്തെ തന്നെ 2 റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ഒന്ന് കണ്ണന്റെ പേരിൽ പഴയ ഒരാള് റെസിഡൻസ്, അയാൾ ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റേ അല്ല, അയാളുടെ വീട്ടിലിട്ട് പ്ലാസ്റ്റിക് കത്തിച്ച്. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഇയാളോട് ഞാൻ പറഞ്ഞ് കത്തിക്കരുത്, എന്നിട്ടും ആള് നിർത്തിയില്ല. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ ഇത് കണ്ണനിട്ട് കൊടുത്തു, സുനിത ഡിക്സന് കൊടുത്തു. സുനിത ഡിക്സൺ ഒരു ആക്ഷൻ കൊടുത്തില്ല. വേറെ സ്ത്രീ പറഞ്ഞിട്ടാണ് സുനിത ഡിക്സനെ ഇട്ട് കൊടുത്തത്, ജെയിനി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി. എന്നിട്ട് അവരും ഞാൻ പറഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സുനിത ഡിക്സനെ വിളിച്ചു പറയാം. അവർ ഒരു ആക്ഷൻ കൊടുത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഇവർ ഒരു ആക്ഷൻ കൊടുക്കില്ല, കാരണം ഇവളുടെ ചമച്ചയാണിത്, മനസ്സിലായോ? അതെ. പക്ഷെ കണ്ണൻ അന്ന് ആക്ഷൻ എടുത്തുകൊണ്ട് അവനെ പിടിച്ചു. എന്താണ് ഇനി ഭാവി പരിപാടി? പൊതുശല്യത്തിനെ നമുക്ക് ഒഴിവാക്കി തന്നെ വേണം, അല്ലാതെ അത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഈ കക്കൂസ് പൊളിച്ചിട്ട് നമ്മൾ ജയിലിൽ പോകണം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മൾ അടങ്ങിയെന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ മരുന്നൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഞാനിപ്പോ സെക്രട്ടറിനെ കണ്ടപ്പോൾ സെക്രട്ടറി വിളിച്ചപ്പോഴും ഇവര് ഇത് എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വേണ്ടി, അല്ലാണ്ട് ഇവിടുത്തെ ഇവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് എടുക്കാനുള്ള ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും. അബദ്ധം പറ്റി ഇങ്ങനെ വന്നു പോയതാണ്. ഈ മറ്റേ എന്താ പറയാ, ഒരു ലോട്ടറി അടിച്ച് ഇവർക്ക്, ആ ലോട്ടറി വെച്ച് നല്ല മുതലാക്കി പുള്ളിക്കാരത്തി. ഒരുപാട് കാശുണ്ടാക്കി, ഒരുപാട് പൈസ ഉണ്ടാക്കി. അതിന്റെയൊക്കെ ഈ ഒരു തണ്ടാണ് ഇവര് കാണിക്കുന്നത്. അതൊക്കെ അടുത്ത കൊല്ലം തീരും. അടുത്ത കൊല്ലമല്ല, അത് ഈ 4-5 മാസം കഴിയുമ്പോൾ തീർക്കും. കെട്ടിവെച്ച പൈസ കിട്ടില്ല, ആ അവസ്ഥയിലെത്തി. അല്ല, ഇതേപോലെയുള്ള ഊളത്തരവില്ല അവർ കാണിക്കുന്നത്. ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്. ഈ കൊച്ചിൻ കോർപ്പറേഷൻ എന്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗമാണ് ഈ ഹരിതകർമ്മസേന. അവരെ വിളിച്ചിട്ട് ഗുണ്ടായുസം കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ തെറ്റാണത്. അതിനെതിരെ നമ്മൾ ഞാനില്ല, എന്റെ കൂടെ ഒരു 1000കണക്കിന് ആൾക്കാർ വരും. ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ 350 പേരെ ഉണ്ടാക്കിയാണ് ഇവർക്കെതിരെ ഒരു പ്രകടനം നടത്താൻ വേണ്ടി. അത്രേ ഉള്ളൂ. അപ്പൊ അത് പറ്റും നമുക്ക്. അത് ഇനി സുനിത ഡിക്സനെ ഞാൻ വെല്ലുവിളിക്കാനാണ് ഈ കാര്യത്തിൽ. അത്രേ ഉള്ളൂ, ഒരു തർക്കമില്ല കാര്യത്തിൽ. സർക്കാർ മാലിന്യമുക്ത കേരളമാക്കാൻ നോക്കുമ്പോൾ ഇവള് തൈക്കൂട മാലിന്യമാക്കാൻ നോക്കുന്ന ഒരു പെണ്ണാണത്. ഇവരോടൊക്കെ എന്താ പറയാ? പെണ്ണുങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവരോടൊന്നും ഒട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അബദ്ധം പറ്റില്ല, അബദ്ധമല്ല, അബദ്ധത്തിന്റെ ബോധം പറ്റിയിരിക്കണം. ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഇപ്പൊ ഏതായാലും കുറച്ചാളും ഉള്ളല്ലോ, അതുവരെ സഹിച്ചാൽ മതിയല്ലോ, ക്ഷമിച്ചിരിക്കണേ. അണമുട്ടിയ പാമ്പ് കഴിക്കുന്നവരല്ലേ, അത് സംഭവിക്കാൻ. ഇത് ഇനിയിപ്പോ എന്താണ് നിങ്ങളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്? എന്താണ് ചെയ്യേണ്ടത്? കോർപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടത്? പ്രതീക്ഷ കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞത് നാളെ ഒരു തീരുമാനമാക്കി തരാന്ന് പറഞ്ഞു. നാളെ ഒരു തീരുമാനം ഉണ്ടാക്കാം. മേയർ ഇവിടെ ഇല്ല, മേയർ ട്രിവാൻഡ്രത്താണ്. മേയർ നാളെ എത്തിയ ഉടനെ തന്നെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മേയർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഹരിതകർമ്മസേനയുടെ ഈ 49 ഡിവിഷനിൽ ഉത്തരവാദിത്വം ഇവിടുത്തെ HIക്ക് കൊടുക്കണമെന്ന്. HIക്ക് അല്ലെങ്കിൽ JHIമാർക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. ഇതേപോലത്തെ പാഷാണത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടുകാർ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ വീട്ടിൽ ഒരു
അമ്മയുണ്ട്. അവര് ക്യാൻസർ ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണേ. ഈ ഇതേപോലത്തെ ദുർഗന്ധമൊക്കെ വന്നാൽ അവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് നാട്ടുകാരുടെ കൂടെയാണ്, അല്ലാണ്ട് സുനിത ഡീക്സിനെ പോലെ കാശിന് വേണ്ടി നമ്മൾ ഒരു പണി ഇവിടെ എടുത്തിട്ടില്ല. ഇപ്പൊ സുനിത ഡീക്സും 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ. അപ്പൊ നമുക്ക് പൈസ ഒന്നും വേണ്ട, നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. തീർച്ചയായും. ക്യാമറാമാൻ ഫൗഷാദിനൊപ്പം ഷിബിൻ ഷാ, ന്യൂസ് കേരളം ടുഡേ.